ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ 2 സവാള ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ 2 സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനേക്ക് ആവശ്യമായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കറിവേപ്പില വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇനി നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ നല്ലതുപോലെ വാടി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മളിവിടെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മളിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടിയുടെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവുള്ള മുളക് പൊടിയല്ല, അതുകൊണ്ട് ഞാനിവിടെ 2/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒരുപാട് നല്ലതുപോലെ കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. എന്നാൽ വെന്ത് വരുകയും വേണം. ആ ഒരു പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സവാളയേക്കാൾ നല്ലതുപോലെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴയേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിൽ മാത്രം എടുത്താൽ മതി. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു 1/4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സവാള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഒരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.